എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, സർക്കിറ്റ്, സുമതി വളവ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. ഒരുപാട് പേരെ കാത്തിരുന്ന സിനിമയായിരുന്നു സൂഫ്രംസോ. ഈ സിനിമ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. രാജ്വി ഷെട്ടിയാണ് സൂഫ്രംസോയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സൂഫ്രംസോ റിലീസായിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. എവറേജ് അഭിപ്രായം മാത്രമാണ് ഡൊമിനിക് സിനിമ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ OTT ആരും തന്നെ വാങ്ങിയില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 20 മുന്നേ ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കള്ളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ റിലീസായിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സിംപ്ലി സൗത്ത് കള്ളൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 12-നാണ് സിനിമയുടെ റിലീസ്. ടിനി ടോം, ശ്രീനാഥ് വാസി തുടങ്ങിയവർ സിനിമയിലുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മീശ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2 മാസം മുന്നെയാണ് സിനിമ റിലീസായത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സും സണ്ണസ്റ്റുമാണ് മീശ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ സിനിമ തമിഴ്, മലയാളം ലാംഗ്വേജിൽ സെപ്റ്റംബർ മാസം 12-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാൽ നായകനായ സിനിമയാണ് ഹൃദയപൂർവ്വം. തിയേറ്ററിൽ നിന്ന് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ഹൃദയപൂർവ്വത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കൂലിയുടെ ലീക്ക്ഡ് പ്രിൻ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. രജനികാന്ത് നായകനായ സിനിമയുടെ ഒഫീഷ്യൽ OTT സെപ്റ്റംബർ മാസം 11-നാണ്. ആമസോൺ പ്രൈമിലാണ് സിനിമ വരുന്നത്. എല്ലാ ലാംഗ്വേജിലും സിനിമ അന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അടുത്താണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമയുടെ 4K വെർഷൻ ഇപ്പോൾ യൂട്യൂബിൽ റിലീസാക്കിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 200 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ് ലോക സിനിമ. തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായിരുന്ന സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണി നസ്ലിനാണ് ലോക സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 5 ചാപ്റ്ററായിട്ടാണ് സിനിമ വരുന്നത്. ഈ സിനിമയുടെ OTT 40 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 30-ന് ശേഷമായിരിക്കും ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സയ്യാര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തിയേറ്ററുകളിൽ നല്ല ഹിറ്റായ സിനിമയാണ് സയ്യാര. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 12-നാണ് സയ്യാര സിനിമ റിലീസാവുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും സയ്യാര സിനിമ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് വെപ്പൺസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണ്. നല്ലൊരു ഹൊറർ സിനിമയാണ് വെപ്പൺസ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നാണ് വെപ്പൺ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബാന്ദ്ര സിനിമ സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTT ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം 30-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രയും മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഓണത്തിന് ബസൂക്ക വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. സെപ്റ്റംബർ മാസം 25-ന് മുന്നേ ബസൂക്ക സിനിമ C5-ൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയാണ് സർക്കിട്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കിട്ട്. നല്ല അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഓടാൻ സാധിച്ചില്ല. ചെറിയൊരു കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോയത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. അടുത്ത വീക്കാണ് സർക്കിറ്റിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് സുമതി വളവിന് വേണ്ടിയാണ്. കാരണം നല്ല അഭിപ്രായമാണ് സുമതി വളവ് സ്വന്തമാക്കിയത്. അർജുൻ അശോകനാണ് സുമതി വളവിലെ നായകൻ. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു. പ്രേക്ഷകർക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് സുമതി വളവ് നേടിയെടുത്തത്. സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. സൺനെസ്റ്റാണ് സുമതി വളവ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ സൺനെസ്റ്റിൽ OTT റിലീസ്
റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ സെപ്റ്റംബർ മാസം 15-നായിരിക്കും സുമതി വളവ് OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.